വഖഫ് വിഷയത്തിൽ കോൺഗ്രസിനെതിരെ പ്രതികരണവുമായി കാസ രംഗത്ത്. വിവിധ ക്രിസ്ത്യൻ സംഘടനകളുടെ ഒരു കൂട്ടായ്മയാണ് കാസ. അതുകൊണ്ട് തന്നെ കാസയുടെ കോൺഗ്രസിനെതിരെയുള്ള ഈ പരസ്യ പ്രതികരണം വളരെ പ്രധാനമാണ്. കേരളത്തിൽ നിന്നുള്ള ഒരേ ഒരു ജനപ്രതിനിധി, അത് സുരേഷ് ഗോപി മാത്രമായിരുന്നു. ബാക്കിയെല്ലാം ജനങ്ങളെ മറന്നുകൊണ്ട് ഇസ്ലാമിക മത മൗലികവാദികൾക്ക് ഒപ്പം നിന്നവർ. ജനപ്രതിനിധികൾ വോട്ട് നൽകി ജയിപ്പിച്ചവർക്കൊപ്പം നിൽക്കേണ്ടവരാണ് എന്ന കാസയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇത്. ഒപ്പം എന്തുകൊണ്ട് കോൺഗ്രസിനെ തള്ളി BJPക്കൊപ്പം അഥവാ കേന്ദ്രത്തിനൊപ്പം നിൽക്കണമെന്നും കാസ ചൂണ്ടിക്കാണിക്കുന്നു. അതും ഉദാഹരണ സഹിതം. ഒരു അരുണാചൽ പ്രദേശുകാരൻ കേരളത്തിലെ മുനമ്പത്തെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ നമ്മുടെ ജനപ്രതിനിധികൾ അവരെ കുടിയിറക്കാൻ ശ്രമിക്കുന്ന ജനങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്നു. ഇത്രയും ഗതികേടുള്ള ഒരു സംസ്ഥാനം കേരളമല്ലാതെ ഭാരതത്തിൽ വേറെയില്ല എന്ന് കാസ പ്രതികരിക്കുന്നു. അടുത്തതായി കാസ പൊളിച്ചെടുക്കുന്നത് എമ്പുരാനോടുള്ള കോൺഗ്രസ് നിലപാടുകളാണ്. ചെകുത്താൻ 2 സിനിമയ്ക്കെതിരെ ക്രൈസ്തവ വിശ്വാസങ്ങൾക്ക് വേണ്ടി പാർലമെന്റിൽ സംസാരിച്ച ഒരേ ഒരു MP, അതും ഒരു BJPക്കാരനായിരുന്നു. പേര് ജോർജ് കുര്യൻ. ചെകുത്താന് വേണ്ടി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തവരും ചെകുത്താന് വേണ്ടി സംസാരിച്ചവരും കേരളത്തിൽ നിന്നുള്ള ഡീൻ കുര്യാക്കോസും ഹൈബി ഈഡനും JB മേത്തറും തുടങ്ങിയ കോൺഗ്രസ്സുകാരായിരുന്നു. ഇനിയെങ്കിലും നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ പിന്തുണയ്ക്കുന്നത് ആരെയാണ് എന്ന്. എമ്പുരാൻ എന്ന ക്രൈസ്തവ അവഹേളന സിനിമയ്ക്ക് വേണ്ടി ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് ഡീൻ കുര്യാക്കോസ് MP-യാണ്. കേരളം ഇപ്പോൾ നേരിടുന്ന ഏക നീറുന്ന പ്രശ്നം എന്ന നിലയിൽ താൻ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ കാര്യം ഡീൻ കുര്യാക്കോസ് തന്നെ ഫേസ്ബുക്കിലൂടെ കേരളത്തിലെ തന്റെ ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങളോടും തനിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വിശ്വാസികളെ പൊട്ടന്മാരാക്കാൻ രംഗത്തിറങ്ങുന്ന ആളുകളെയും അറിയിച്ചിട്ടുണ്ട്. സ്വന്തം സമുദായത്തിലെയോ മണ്ഡലത്തിലെയോ ഏതെങ്കിലും ഒരു പ്രശ്നത്തിനു വേണ്ടി ഇവൻ ഇതുപോലെ രംഗത്തിറങ്ങിയിരിക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പക്ഷെ പൊളിറ്റിക്കൽ ഇസ്ലാം പ്രതിരോധത്തിലാകുമ്പോൾ ഉളുപ്പില്ലാതെ എന്ത് ചെറ്റത്തരത്തിനും ഇവനെ പോലെയുള്ളവർ തയ്യാറാണ്. അല്പമെങ്കിലും വിശ്വാസികളോട് സ്നേഹം ഉണ്ട് എങ്കിൽ നിങ്ങൾ ഇവനെ പോലെയുള്ള എംബോക്കികൾക്ക് വോട്ട് ചെയ്യാൻ ഇനിയും വിശ്വാസികളെ പ്രേരിപ്പിക്കരുത്. KCBCയുടെ അഭ്യർത്ഥനയെ തള്ളിക്കളഞ്ഞ് വഖഫ് നിയമ ഭേദഗതിയെ ലോക്സഭയിൽ എതിർക്കുന്ന ക്രിസ്ത്യൻ നാമധാരികളായിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള MP-മാർക്ക് വിലക്കേർപ്പെടുത്താൻ സമുദായ നേതൃത്വം തയ്യാറാവണമെന്നും കാസ പറയുന്നു. കേരളത്തിൽ നിന്നുള്ള വിവിധ മതസ്ഥരായ MP-മാരോട് വഖഫ് നിയമ ഭേദഗതിയെ അനുകൂലിച്ച് വോട്ട് ചെയ്യാനായി അഭ്യർത്ഥിക്കാൻ മാത്രമേ കേരള മെത്രാൻ സമിതിക്ക് സാധിക്കുകയുള്ളൂ. എന്നാൽ സഭയുടെയും സഭാ നേതൃത്വത്തിന്റെ പിന്തുണയോടുകൂടി വിജയിച്ച് ജനപ്രതിനിധിയായി മാറിയ ക്രിസ്ത്യൻ നാമധാരികളായിട്ടുള്ള MP-മാരോട് നിയമ ഭേദഗതിയെ അനുകൂലിക്കാനായി നിർദ്ദേശിക്കാനുള്ള ന്യായമായ അവകാശം കേരള മെത്രാൻ സമിതിക്കുണ്ട്. ആയതുകൊണ്ട് ക്രിസ്ത്യൻ നാമധാരികളായിട്ടുള്ള MP-മാരോട് ഒരിക്കൽ കൂടി വ്യക്തിപരമായി KCBC ഈ വിഷയത്തിൽ അഭ്യർത്ഥന നടത്തണമെന്നും കാസ ആവശ്യപ്പെട്ടിരുന്നു. അവർ അതിനെ അവഗണിച്ചുകൊണ്ട് നിയമ ഭേദഗതിയെ പാർലമെന്റിൽ എതിർക്കുകയാണ് എങ്കിൽ അവർക്ക് കൂതാശകൾ ഒഴികെയുള്ള കാര്യങ്ങളിൽ സാമുദായിക വിലക്ക് ഏർപ്പെടുത്താൻ സഭാ നേതൃത്വം തയ്യാറാകണമെന്നും കാസ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇവരെ സഭയുടെയും സമുദായത്തിന്റെ പരിപാടികളിൽ ക്ഷണിക്കുന്നതും പങ്കെടുപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ അരമനകളിൽ അവരെ സ്വീകരിക്കുന്നതും സഭാ നേതൃത്വം അവസാനിപ്പിക്കണം എന്നതായിരുന്നു കാസയുടെ മറ്റൊരു ആവശ്യം. മുനമ്പം ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 10,000-കണക്കിന് നിരപരാധികളുടെ ഭൂമിയുടെ വിഷയത്തിൽ വഖഫ് നിയമ ഭേദഗതി അല്ലാതെ മറ്റൊന്നും സാധ്യമല്ല എന്ന് കോൺഗ്രസിന് നന്നായി അറിയാം. പക്ഷെ എത്ര നാണം കെട്ടിട്ടായാലും മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കുക എന്നുള്ള അവരുടെ തീരുമാനമാണ്. കേരള മെത്രാൻ സമിതിയുടെ അഭ്യർത്ഥന പുറത്തുവന്ന ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മെത്രാൻ സമിതിയുടെ അഭ്യർത്ഥനയെ പരസ്യമായി തള്ളിക്കൊണ്ട് പുറത്തുവന്ന കോൺഗ്രസിന്റെ നിലപാട് എല്ലാവരും കണ്ടതാണ്. അതിൽ കൂടി ഒരിക്കൽ കൂടി വ്യക്തമായത് കേരള മെത്രാൻ സമിതിയുടെ അഭ്യർത്ഥനയ്ക്ക് പുല്ലുവില പോലും കൽപ്പിക്കാതെ അതിനെ തള്ളി കോൺഗ്രസ് മുന്നോട്ടു പോയി എന്നതാണ്. ആ മുന്നോട്ടു പോക്ക് കണ്ടുകൊണ്ട് തന്നെ ഇനിയെങ്കിലും അവരോടുള്ള നിലപാടിൽ മാറ്റം വരുത്താൻ സഭാ നേതൃത്വം തയ്യാറാകണം എന്നാണ് കാസ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടിരുന്നത്. ഏറ്റവും ഒടുവിൽ കാസ മറ്റൊന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഓർത്തഡോക്സ് സഭ തൃശൂർ മെത്രാപ്പൊലീത്ത ഇയാൾ ഞങ്ങളിൽ പെട്ടവനല്ല എന്നാണ്. ഗാന്ധിജിയെ വധിച്ചു, ഇപ്പോൾ ഒരു സിനിമയെ കൊന്നു എന്ന് എമ്പുരാൻ സിനിമ വിവാദത്തിൽ പ്രതികരിച്ച മെത്രാപ്പൊലീത്തയും കാസ വലിച്ചുകീറുന്നു. പൊളിറ്റിക്കൽ ഇസ്ലാം എപ്പോഴൊക്കെ പ്രതിരോധത്തിലാകുന്നുവോ അപ്പോഴെല്ലാം അവർക്കൊപ്പം നിന്നുകൊണ്ട് ക്രിസ്ത്യൻ സമുദായത്തെ സ്ഥിരമായി പിന്നിൽ നിന്നും കുത്തുന്ന ഇദ്ദേഹം ക്രിസ്ത്യൻ സമുദായത്തിനുള്ളിലെ സ്വാമി സന്ദീപാനന്ദഗിരിയാണ്. അതിനാൽ ദയവായി ആരും ഇയാളുടെ വിവരക്കേടുകളെ ക്രിസ്ത്യൻ സമുദായത്തിന്റെ നിലപാടുകളായി തെറ്റിദ്ധരിക്കരുത്. കാസ ചൂണ്ടിക്കാണിച്ച ഈ നേരുകൾ കേരളത്തിലെ ക്രൈസ്തവന് വഴികാട്ടിയായാൽ കോൺഗ്രസിനെ ഓരോ ക്രിസ്ത്യാനിയും പടിയടച്ചു പിണ്ടം വയ്ക്കാൻ താമസമുണ്ടാവുകയില്ല. ന്യൂസ് ഡെസ്ക് കർമാസ്.